കേരളത്തിലുള്ളവർക്ക് ഇനി കർണാടകത്തിൽ BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ എന്നാണ് പലരുടെയും സംശയം. കാരണം പലർക്കും ഈ വർഷം 2025 എന്താണ് KCET കർണാടക എൻട്രൻസ് എക്സാം അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പലർക്കും ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നം. അതേപോലെ തന്നെ ഈ വർഷത്തെ എക്സാം വരുന്നത് തന്നെ ഏറ്റവും റഷായിട്ടുള്ള കേരളത്തിൽ പെസക വ്യാഴവും അതേപോലെ തന്നെ ദുഃഖവെള്ളി പോലുള്ള ദിവസങ്ങളുടെ ഇടയ്ക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ പലർക്കും ഈ ഒരു സമയങ്ങളിൽ പോകാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ പലർക്കും ഈ ഒരു ദിവസം പ്രത്യേകം എന്ന് പറഞ്ഞാൽ ആർക്കും ട്രെയിൻ ടിക്കറ്റ് പോലും ലഭിക്കുന്നില്ല. അത്രത്തോളം ഫില്ലാണ്. കാരണം ആ ഒരു ടൈമിലാണ് പലരും നാട്ടിലേക്ക് വരുന്നതും പോവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഒരുപാട് ബുദ്ധിമുട്ട്. കാരണം വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് കുട്ടികൾ മാത്രമാണ് ഈ വർഷം കർണാടക എൻട്രൻസ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ നമുക്ക് എൻട്രൻസ് എക്സാം എഴുതാത്തവർക്കും ഈ വർഷം അവസരങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ്. കമ്പൽസറി അല്ല. ഇതേപോലെ കഴിഞ്ഞ വർഷവും നോട്ടിഫിക്കേഷൻസ് വന്നിരുന്നത് ഒരിക്കലും സാധിക്കില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും അവസാന നിമിഷം സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് പെർസെൻറ്റേജ് ഫില്ലാവുന്ന ഇതേപോലെ അതർ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾ കാരണം അത്രത്തോളം സീറ്റുകൾ കർണാടകത്തിലുണ്ട് താനും. അപ്പം പല കോളേജസിലും സീറ്റുകൾ പലതും വേക്കൻ്റ് ആയിട്ട് കിടക്കത്തേ ഉള്ളൂ. ഈവൻ സീറ്റ് എഴുതാത്ത കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കില്ല എന്നുള്ള രീതിയിലും വന്നു കഴിഞ്ഞാൽ പല കോളേജിലും സീറ്റ് വേക്കൻ്റ് ആയിട്ട് കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാവും. അതർവൈസ് നിങ്ങൾ അത് ടെൻഷൻ അങ്ങനെ ആ ഒരു രീതി വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട്. നമ്മുടെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലും നമുക്ക് നേഴ്സിംഗ് അഡ്മിഷൻ ലഭ്യമാണ്. മെഡിക്കൽ കോളേജ്, പ്രീമിയം കാറ്റഗറി മെഡിക്കൽ കോളേജൊക്കെ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അല്ലാതെ ഇപ്പോൾ കർണാടക നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റുകൾ ആദ്യമൊക്കെ ചിലപ്പോൾ എടുക്കാതൊക്കെ ഇരിക്കും കുറച്ച് കോളേജ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എടുത്ത് തുടങ്ങും. എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളും ഒന്ന് ചിന്തിച്ച് പോകുക. കാരണം അതർവൈസ് കാരണം ഇത്ര വളരെ കുറഞ്ഞ അക്കൗണ്ട് കുട്ടികൾ മാത്രമാണ് ഈ ഒരു എക്സാം രജിസ്റ്റർ ചെയ്ത് പോകും. അപ്പം എഴുതാത്തവർക്ക് സീറ്റില്ല എന്ന് പറഞ്ഞാൽ കർണാടകത്തിലെ മിക്ക കോളേജും, കാരണം കർണാടകത്തിലെ മിക്ക കോളേജും എന്ന് പറഞ്ഞാൽ കർണാടകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാക്കളുടെ കോളേജസ് തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ ട്രസ്റ്റുകളുടെ കോളേജസ് തന്നെയാണ്. അവർക്ക് ഒരിക്കലും ഇത് വേക്കൻ്റ് അല്ലെങ്കിൽ കാലി സീറ്റ് വെറുതെ ഇട്ടുകൊണ്ട് ഒരിക്കലും ഒരു കോളേജ് റൺ ചെയ്യാൻ പറ്റില്ല. അവസാനം എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരിക്കും. നിങ്ങളപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അതർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങളിപ്പോൾ കേരളത്തിലെ അഡ്മിഷൻ നോക്കി നിൽക്കുന്നവരാണ്. കേരളത്തിലെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് മാർക്കുള്ള കുട്ടികൾക്കാണ് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്നതെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഏകദേശം 95 മേലോട്ടുള്ള കുട്ടികൾക്കാണ് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നേഴ്സിംഗ് പോലുള്ള കോഴ്സാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നിങ്ങൾ നേരത്തെ കൂട്ടി തന്നെ ചെയ്തു തുടങ്ങുക. കേരളത്തിൽ കിട്ടാനുള്ള മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കർണാടക, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജസ് കണ്ടുപിടിച്ച് അതിൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നേരത്തെ തന്നെ തുടങ്ങുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റുകൾ നല്ല കോളേജ് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം ഉണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് നൽകാനായിട്ട് നമ്മുടെ ടീം നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.